ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് സ്റ്റോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മൾ ഒരു ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തുന്നത്. നേരെ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പൂമീന് 1/2 കിലോ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുള്ളില്ലാതെ എടുത്തിരിക്കുന്ന പൂമീനാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ നിറച്ച് എടുക്കാം. കാശ്മീരി ചില്ലി അല്ല, നല്ല എരിവുള്ള നാടൻ മുളക് പൊടിച്ചതാണ്. 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് തരിയായിട്ട് പൊടിച്ചതാണിത്. ഫിഷ് മസാല 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റായിട്ട് അരച്ചത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അരയ്ക്കുന്നതും അത് വീട്ടിലെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്, തരിയായിട്ട് പൊടിച്ചതാണ്. ഇത് 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക് ഉണ്ടാവും. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരല്പം വിനാഗിരിയും കൂടി ചേർത്ത് അവസാനമായിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഈ ഫിഷിലേക്ക് ഒന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫിഷിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നേരം മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ പൂമീൻ ഓരോന്നും പതിയെ വെച്ച് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം വളരെ കുറച്ചിട്ടാൽ മതി. ഒരു 10 മിനിറ്റ് നേരം ഒരു സൈഡ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം തിരിച്ചും ഒരു 10 മിനിറ്റ് നേരം ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ പൂമീൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉച്ചയൂണിന് അടിപൊളിയാണ്. അപ്പം നമ്മുടെ പൂമീന് പൂ പോലെ ഒരു പ്ലേറ്റിലേക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഫിഷ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വെറുതെ കണ്ടുപോകാതെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ കൂട്ടുകാർ വന്ന് കണ്ടു എന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയോടെ താങ്ക് യു.